Assalamu alaikum. Today I am going to recite Surah Nahl, ayah number 70 to 72, which meaning أعوذ بالله من الشيطان الرجيم. ശപിക്കപ്പെട്ട പിശാചിൽ ഞാൻ അല്ലാഹുവിനോട് അഭയം തേടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ. വല്ലാഹു ഖലഖകും സുമ്മ യതവഫാകും വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമരി ലകൈ ലാ യഅലമ ബഅദ ഇൽമിൻ ശൈആ ഇന്നല്ലാഹ അലീമുൻ ഖദീർ. അല്ലാഹുവത്രേ നിങ്ങളെ സൃഷ്ടിച്ചത്, പിന്നീട് നിങ്ങളെ അവൻ മരണപ്പെടുത്തുന്നു. ആയുസ്സിൻ്റെ ഏറ്റവും താഴേക്കിടെ ദുർബലാവസ്ഥയിലേക്ക് ഒഴിവാക്കി വിടപ്പെടുന്നവരും നിങ്ങളിലുണ്ടായിരിക്കും. അറിവിന് ശേഷം പിന്നെയും യാതൊന്നും അറിയാതിരിക്കുവാൻ വേണ്ടി. നിശ്ചയമായും അല്ലാഹു എല്ലാം അറിയുന്നവനും കഴിവുള്ളവനുമാകുന്നു. വല്ലാഹു ഫദ്ദല ബഅദകും അലാ ബഅദിൻ ഫിർറിസ്ഖ് ഫമല്ലദീന ഫുദ്ദിലൂ ബിറാദ്ദി റിസ്ഖിഹിം അലാ മാ മലകത് അയ്മാനുഹും ഫഹും ഫീഹി സവാ അഫബിനിഅ്മതില്ലാഹി യജ്ഹദൂൻ. അള്ളാഹു തന്നെ നിങ്ങളിൽ ചിലരെക്കാൾ ആഹാര വിഷയത്തിൽ ശ്രേഷ്ഠമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ശ്രേഷ്ഠമാക്കപ്പെട്ടവർ തങ്ങളുടെ ആഹാരത്തെ തങ്ങളുടെ വലം കൈ ഉടമയാക്കിയവർക്ക് അടിമകൾക്ക് വിട്ടുകൊടുക്കുന്നവരല്ല. എന്നിട്ടവർ രണ്ടു കൂട്ടരും അതിൽ സമമായിരിക്കുക അതുണ്ടാക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെയോ അവർ നിഷേധിക്കുന്നത്. വല്ലാഹു ജഅല ലകും മിൻ أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفدة ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون. അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ഇണകളിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയും അവൻ ഉണ്ടാക്കിത്തരികയും ചെയ്തിരിക്കുന്നു. നല്ല വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് അവൻ ഉപജീവനം നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നിരിക്കെ അസത്യത്തിൽ ആണോ അവർക്ക് വിശ്വസിക്കുന്നത്? അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിലാകട്ടെ അവർ അവിശ്വസിച്ച് നിഷേധിക്കുകയും ചെയ്യുന്നുവോ?